ഞാനേ ഒന്ന് പുറത്ത് പോയി വന്നതാട്ടോ. ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ്. പോയി വന്നപ്പോൾ അവൾ അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചു ഞാൻ. നല്ല അടിപൊളി ബിരിയാണി പറഞ്ഞാൽ അടിപൊളി ബിരിയാണി. നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിച്ചും കൊണ്ടേയിരിക്കുന്നു, വാ വാ പറഞ്ഞിട്ട്. കാരണം ഇപ്പോൾ ഞങ്ങളുടെ പാലക്കാട് അറിയാലോ, ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന ജില്ലയാണ് പാലക്കാട്. കാരണം തട്ടിന് അമ്പലങ്ങളും തട്ടിന് ഉത്സവങ്ങളും നടക്കുന്ന, ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന നാടാണ് പാലക്കാട്. അപ്പോൾ ഏട്ടൻ്റെ അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ അതിന് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ചെറുതായിട്ടുള്ള പരിഭവങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നലെ അവർ വീടിൻ്റെ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് ആര്യങ്കാവത്തെ അമ്പലത്തിലേക്ക് കുതിരേനെ കൊണ്ടുപോകും. രാത്രിയാണ് ആ കുതിര പോവുക. അപ്പോൾ രാത്രി അവിടെ നിന്ന് കളിപ്പിച്ചിട്ട് അവിടുത്തെ അമ്പലത്തിൽ നിന്ന് കളിപ്പിച്ചിട്ടാണ് ആര്യങ്കാവിലേക്ക് പോവുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എടി ഞാൻ പോട്ടെ, കുതിര കളി കാണാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് രാവിലെ നേരത്തെ നീച്ചിട്ട് പോകും വേണം പറഞ്ഞു. അപ്പോൾ എന്നാൽ പോകണ്ട, ഉറങ്ങിക്കോ പറഞ്ഞ് അങ്ങനെ ഉറങ്ങി. രാവിലെ നീച്ചിട്ട് വിളിച്ച് സംസാരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നിട്ട് വീഡിയോ വിളിക്കുക, ഞാൻ അമ്പലം കാണിച്ചു തരാം, ഉത്സവങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നേരത്തെ അങ്ങോട്ട് പോന്നു. എനിക്കെന്താ അറിയില്ല, നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉത്സവം കാണാനൊരു ഉഷാറില്ല. ഞങ്ങളെപ്പോഴും കാരണം എന്തെങ്കിലും എന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഞങ്ങൾ രണ്ടാളും അടിയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് പിന്നെ സമാധാനിപ്പിക്കുക എൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ മിണ്ടിയിട്ടില്ലെങ്കിലോ, ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിലോ, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിലോ, എന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഒരുപാട് വട്ടം വിളിച്ചുകൊണ്ടേയിരിക്കും. അയ്യമ്മോലെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യും കൊണ്ടേയിരിക്കും. എപ്പോഴും പറയും എൻ്റെ അടുത്ത്,